ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഓക്കെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ ആൾക്കാർക്ക്, അതായത് കുറച്ച് ഇംഗ്ലീഷ് അറിയാത്ത ഒത്തിരി പേരുണ്ടായിരിക്കും അല്ലേ. ഇംഗ്ലീഷ് എല്ലാവർക്കൊന്നും അറിയണമെന്നൊന്നും ഇല്ലല്ലോ. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ടായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആട്ടോ ഇത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ സ്ക്രീൻ കണ്ടിപ്പോൾ ഞങ്ങളിപ്പോൾ എടുക്കാൻ പോകുന്ന വീഡിയോ വെച്ച് ഈ പ്രായമായവർക്ക് ഫോണിൽ മെസ്സേജൊക്കെ വരുന്ന ആരും മലയാളത്തിൽ വിടാറില്ല. ഇപ്പോൾ വാട്സപ്പിൽ മെസ്സേജൊന്നും അല്ലാതെ സാധാ മെസ്സേജ് വിടുന്ന എല്ലാം ഇംഗ്ലീഷിലാണ്. ഇതൊക്കെ വായിക്കാൻ പ്രയാസമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മളിന്ന് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ നമുക്കിന്ന് ആ ആപ്പ് നിങ്ങളെ ഇനി പരിചയപ്പെടുത്താം. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് അതായത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റർ എടുക്കുക. ഇംഗ്ലീഷ് ടു ഹിന്ദി അല്ല, ഇംഗ്ലീഷിന് ഇപ്പോൾ വന്നു. ഇംഗ്ലീഷ് ടു ഹിന്ദിയിലോട്ട് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് ടു മലയാളമാണ് നമുക്ക് വേണ്ടത്. ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ കുറേ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്തത് ഏതാണെന്ന് വ്യക്തമാവുന്നില്ല. അതുകൊണ്ട് ഞാൻ കയറ്റിയത് ഞാനൊന്ന് എടുക്കാം. സ്നാപ്പ് ട്രാൻസ്ലേറ്റർ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അപ്ഡേറ്റ് ആണ്. ഓക്കെ, വന്നത് നിങ്ങൾ കണ്ടു. സ്നാപ്പ് ട്രാൻസ്ലേറ്ററാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, ഇതെനിക്ക് ഓൾറെഡി ഇതുള്ളതുകൊണ്ട് ഞാൻ എല്ലാവർക്കും സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് എടുക്കാം. നമുക്ക് ഇത് ഓപ്പണായി വരണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് തെളിച്ചതായി കാണത്തില്ലായിരിക്കും ഇവിടെ. അപ്പോൾ ഞങ്ങളിത് ഓഫാക്കിയിട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് ഒന്നും ഇപ്പോൾ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് മലയാളമാക്കിയാണ് എടുക്കേണ്ടത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചവർക്ക് ഇപ്പം ഞാൻ പറയും, ഇപ്പോൾ മലയാളത്തിൽ എഴുതിയത് അത് ഇംഗ്ലീഷ് ആക്കി എടുക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് ഇവിടെ ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ഇപ്പം ഇവിടെ തെലുങ്കായി പോയത്. അപ്പോൾ നമുക്ക് മലയാളം കണ്ടെത്തി. ഇപ്പം ഞങ്ങൾ ഇംഗ്ലീഷ് മലയാളമാക്കാനാണ് ഞങ്ങൾ നോക്കിയത്. എന്നുവെച്ചാൽ കൂടുതൽ ആൾക്കാർക്കാണ് ആവശ്യം. അപ്പം ഇംഗ്ലീഷിൽ നമുക്ക് വേണമെങ്കിൽ മലയാളമാക്കി ഇടാം. മലയാളം ഇനി നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് ആക്കി ഇടാം. മലയാളം ഇംഗ്ലീഷ് ആക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം. സെർച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇവിടെ കണ്ടെത്തണമെങ്കിൽ എന്ന് ഓർത്ത് ഇംഗ്ലീഷ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് മലയാളം മലയാളത്തിൽ എഴുതിയേക്കാം, നമുക്ക് ഇംഗ്ലീഷ് ആക്കി മാറ്റാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് നമ്മൾ ഓൺ ആക്കി ഇടുമ്പോൾ നമ്മുടെ കൂടെ സ്ക്രീനിലുണ്ട്. ഓക്കെ, ഒരു വാട്സപ്പിൽ ഞാൻ പോവാണ്. ഞാൻ വാട്സപ്പ് ബിസിനസ്സാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വാട്സപ്പ് ബിസിനസ് എടുത്തു. ഓക്കെ, ഞാൻ ഇതിനകത്ത് കുറേ നമുക്ക് പ്രധാന വാർത്തകളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇംഗ്ലീഷ് ആക്കി കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ ഒരു സെർച്ച് ബട്ടണാണ് നമ്മുടെ കൂടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കറങ്ങും. അപ്പം ഓക്കെ, ഇത് കണ്ടത് COVID-19 കുറിച്ചാണ് ഇതിനകത്ത് വന്നത്. ഓക്കെ, ഞാനതല്ലാതെ ഇംഗ്ലീഷാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കിതിന് ഇതിൻ്റെ സെറ്റിങ്സ് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതിലോട്ടൊന്ന് പോയാൽ മതി. അത് നമ്മുടെ മണ്ടത്തെ സ്ക്രീനിൽ ഓൾറെഡി ഉണ്ട്. അത് നമുക്കിങ്ങനെ എടുക്കാം. അപ്പോൾ അത് ഇവിടെ നമ്മൾ മലയാളമാക്കിയാണ് ഇടേണ്ടത്. മലയാളം സെർച്ച് ചെയ്യാം. മലയാളം ഇവിടെ നമുക്ക് രണ്ട് മലയാളമാക്കി ഇടാൻ സാധിക്കുകയില്ല. ഇവിടെ ഇംഗ്ലീഷും ആക്കിയിടാം. അപ്പം ഇത് ഓൺ ആക്കി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് വാട്സപ്പിൽ ഇനി മെസ്സേജ് അയക്കുന്നത് പോയി നോക്കാം. ടീച്ചർ ഇട്ട് നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ ചിൽഡ്രൻസിന് ചെറുതായിട്ടൊരു ഇതുണ്ട്. അപ്പം അത് ചിൽഡ്രൻസും തന്നെയാണ് വന്നത്. അപ്പോൾ നമുക്ക് അത് സാധിക്കുകയില്ല. നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, നമുക്കിത് മലയാളത്തിലോട്ട് ഇപ്പം തന്നെ ട്രാൻസ്ഫർ ആയിക്കോളും. ഇപ്പം തന്നെ ട്രാൻസ്ഫർ ആവണം. നെറ്റിൻ്റെ ഇത്തിരി സ്ലോ ഉള്ളതുകൊണ്ട് നമുക്ക് പതുക്കെ വേണം കിട്ടത്തുള്ളൂ. താമസിക്കാത്തതുകൊണ്ട് ഒന്നുകൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, വന്നായിരുന്നു. ഓക്കെ, സോറി. അതാണ്ട് പടവുകൾ ടോപ്പർമാരോട് സംസാരിക്കുക, അതൊക്കെ നമുക്ക് ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളൊന്നും അല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് വേറെ ഒന്നും നിങ്ങളെ കാണിക്കാനില്ല. ഓക്കെ, ഇതാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞത്. നമുക്ക് പക്ഷേ ഒരു ലെസ്സായിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞു നമുക്ക് മെസ്സഞ്ചറിൽ പോയി ആൾക്കാർ വിട്ട് ഇംഗ്ലീഷ് നോക്കാം. ഇവിടെ ഒരു അതുല്യ സിജു ഒക്കെ വന്നിട്ടുണ്ട്. അതുല്യ സിജു എന്നൊക്കെ വന്നിട്ടുണ്ട്. ബൈജൂസ് ആപ്പിൻ്റെതാണ്. കുറച്ച് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഒന്നും കൂടെ താമസം ഉണ്ടാവും.
വൺസ് ഒന്നും കൂടെ നോക്കിയാൽ മതി. കയറി വന്നോളൂ. നെറ്റിന് യാതൊരു ചെറിയൊരു കണക്ഷൻ കുറവുണ്ട്. വീണ്ടും പോയി ഒന്നും കൂടെ നോക്കാം. സാധിക്കുന്നില്ല, എന്താ പ്രശ്നമൊന്നും കിട്ടുന്നില്ല. നെറ്റ് സ്ലോ ആയതുകൊണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഒരെണ്ണം ഞാൻ നിങ്ങളെ ഇത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്ര ഉള്ളൂ ഈ വീഡിയോ നിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം ബൈ.